ഇനി അങ്ങോട്ട് വേനൽക്കാലം തോട്ടം നനയ്ക്കുന്ന സമയമൊക്കെ ആയല്ലോ. ഈ ഒരു ടൈമിൽ വീട്ടിൽ വന്ന് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന പ്രതിഭാസമാണ് ഈ നനയ്ക്കൽ. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഏറ്റെടുത്ത് ചെയ്തിരുന്നത് ഞാനാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഈ ഒരു പോർഷൻ പുഴയുടെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ നനയ്ക്കാനാണെങ്കിലും വെറുതെ വന്നിരിക്കാനാണെങ്കിലും നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ ഈ ഒരു ഭാഗം നനച്ചുകൊണ്ടിരുന്നത് ഞാനാണ്. ബാക്കി സ്ഥലങ്ങളൊക്കെ നനയ്ക്കുന്നതിലേലും ഇഷ്ടം എനിക്ക് ഇവിടെ നനയ്ക്കുന്നതാ. ഈ കാണുന്ന ഓറഞ്ച് ഞാൻ വെച്ചതാണേ. വീട്ടുപറമ്പിൽ വെയിലില്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പണ്ടെങ്ങാണ്ടോ പറിച്ചു കൊണ്ടുവന്ന് വെച്ചതാ. പക്ഷെ ഇത് ഇപ്പം എന്നേലും നല്ല ഹൈറ്റായി. അതുപോലെ അവിടെ നിൽക്കുന്ന ആ കവുങ്ങുകളൊക്കെ ഞാൻ വെച്ചതാണ്. ഈ മുരിങ്ങയും ഞാൻ വെച്ചതാ. നമ്മൾ നട്ട് നനച്ചൊരു സാധനം നമ്മളേലും പൊക്കം വെച്ച് നമ്മളേലും വലുതായി നിൽക്കണ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുണ്ടല്ലോ. അതാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് കിട്ടുന്നത്. പണ്ട് ഞാനൊക്കെ നനച്ചിരുന്ന സമയത്ത് അങ്ങ് അറ്റം വരെ എത്തുന്ന പൈപ്പൊന്നും അല്ലായിരുന്നു. ദാ ഈ കാണുന്നത് പോലെ തടം എടുത്തായിരുന്നു നനച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് കസിൻസ് എല്ലാവരും ചേർന്നൊരു മത്സരമൊക്കെ വെക്കുമായിരുന്നു. ചെറിയ ചെറിയ ഇലകളുടെ കഷ്ണങ്ങളൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഒക്കെ കണ്ട് വെച്ചു കൊടുത്ത് ആരുടെ ഇലയാണോ ഫസ്റ്റ് എത്തുന്നത് അവരെ വിന്നറായിട്ടൊക്കെ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ. അതൊക്കെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇതുപോലെ ഓരോ തടത്തിലും വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി കൊടുക്കണം.